പുരാണങ്ങളിൽ മാത്രമാണ് നാം വൈഷ്ണവാസ്ത്രത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യ ആ ആയുധം യാഥാർത്ഥ്യമാക്കാൻ പോകുകയാണ്. ബ്രഹ്മോസിൻ്റെ പിൻഗാമി എന്ന് വേണമെങ്കിൽ ഈ മിസൈലിനെ പറയാം. തന്ത്രപരമായ ലക്ഷ്യങ്ങൾ അതിവേഗം കൃത്യതയോടെ തകർത്തെറിയാൻ പറ്റിയ ഇന്ത്യയുടെ തദ്ദേശീയമായ ഏറ്റവും പുതിയ മിസൈൽ ആയുധമായാണ് ഇതിനെ ഇപ്പോൾ ഇന്ത്യ നോക്കിക്കാണുന്നത്. ഏറെ ദൂരെ നിന്നും ശത്രുവിനെ കൃത്യതയോടെ തകർക്കാനാകുന്നൊരു മിസൈലായാണ് ഇതിനെ വികസിപ്പിക്കുന്നത്. DRDO വികസിപ്പിച്ച വൈഷ്ണവാസ്ത്രം പ്രോജക്റ്റ് വിഷ്ണു എക്സ്റ്റൻഡഡ് ട്രാക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ET-LD-HSM എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അവസാനഘട്ട പരീക്ഷണത്തിന് ഈ പ്രോജക്റ്റ് വിഷ്ണു ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഈ മിസൈലിന് 1500 കിലോമീറ്റർ ദൂരമാണ് പ്രഹരശേഷി ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വരെ വേഗതയാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മിക്ക ലോകരാജ്യങ്ങൾക്കും സ്വപ്നം മാത്രം കാണാനാകുന്ന വേഗത. നിലവിൽ US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമായുള്ളത്. ഇന്ത്യയും ആ വിഭാഗത്തിലേക്ക് മാസങ്ങൾക്കകം മാറിയിരിക്കും. ചൈനയുടെ DFZ-F, റഷ്യയുടെ അവൻഗാർഡ് എന്നീ മിസൈലുകൾക്കൊപ്പമാകും കരുത്തിൽ ഇന്ത്യയുടെ ഈ വൈഷ്ണവാസ്ത്രത്തിൻ്റെ കുതിപ്പും. ഇവയേക്കാൾ മികച്ച പെർഫോമൻസ് ആയിരിക്കും ഇന്ത്യയുടെ ഈ വൈഷ്ണവാസ്ത്രത്തിന് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും. ശബ്ദത്തേക്കാൾ 8 മുതൽ 10 മടങ്ങ് വരെ ഏറ്റവും കുറഞ്ഞത് വേഗത ആർജിക്കാനാകും എന്നതാണ് സൂചന. അതായത് മണിക്കൂറിൽ 11,000 കിലോമീറ്റർ മുതൽ 13,000 കിലോമീറ്റർ വരെ വേഗതയിലാകും ഈ മിസൈൽ കുതിക്കുക. ഓരോ സെക്കൻഡിലും കടന്നു പോകുക 3 കിലോമീറ്റർ വീതം. ഇതിൻ്റെ പോർമുനയാണ് അടുത്ത സവിശേഷത. ആണവായുധങ്ങളെ നിഷ്പ്രയാസം വഹിക്കും. 1000 മുതൽ 2000 കിലോഗ്രാം വരെയുള്ള പോർമുനകളെ, അത് ആണവായുധമായാലും സ്ഫോടക ശേഷിയുള്ള ഉഗ്ര ബോംബായാലും ശരി, അതിനെ വഹിക്കാനുള്ള കരുത്തും ശക്തിയുമൊക്കെ ഈ ഹൈപ്പർസോണിക് മിസൈലിനുണ്ടാകും. മിസൈലിന് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ബ്രഹ്മോസിൻ്റെ ഹൈപ്പർസോണിക് മിസൈലിനും ഇതേ സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുക. വിക്ഷേപിച്ച് നിശ്ചിത വേഗതയിലേക്ക് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കൊണ്ടാകും ഈ മിസൈൽ പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കുക. കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ ഈ സാങ്കേതികവിദ്യ ഹൈപ്പർസോണിക് മിസൈലിനെ സഹായിക്കും. ലക്ഷ്യം കൃത്യമായി നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഈ മിസൈലിലെ ചെറിയ കമ്പ്യൂട്ടർ അത് അതിൻ്റെ ഗതി നിയന്ത്രിച്ചു കൊള്ളും. അതുകൊണ്ട് തന്നെ തിരിച്ച് വിളിക്കാൻ സാധിക്കില്ല, അതിന് ശ്രമിക്കേണ്ടതില്ല. ഇത് വൈഷ്ണവാസ്ത്രമാണ് എന്ന് സാരം. മിസൈലിൽ ഉപയോഗിക്കാനുള്ള സ്ക്രാംജെറ്റ് എഞ്ചിൻ്റെ പരീക്ഷണങ്ങളും DRDO വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഈ മിസൈൽ പരീക്ഷിച്ച് വിജയിച്ച് കാണാനുള്ളൊരു പ്രയത്നത്തിലാണ് ഇപ്പോൾ DRDO അധികൃതർ. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുവിൻ്റെ റഡാറുകൾക്ക് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാനോ ഒന്നുമാകില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. ആദ്യഘട്ടത്തിൽ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സർഫസ് ടു എയർ തരമാകും ഇന്ത്യൻ സൈന്യത്തിന് പരീക്ഷിച്ച് വിജയിപ്പിച്ച് കൈമാറുക. തൊട്ടു പിന്നാലെ കപ്പലുകൾ, അന്തർവാഹിനികൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാവുന്ന പതിപ്പുകളും വികസിപ്പിക്കും. അങ്ങനെ ബ്രഹ്മോസിന് ശേഷം ഇനി എന്തെന്ന ചോദ്യത്തിന് ഇന്ത്യ അടുത്ത ഉത്തരം ലോകരാജ്യങ്ങൾക്ക് നൽകാനും പോവുകയാണ്.